ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് പാവയ്ക്ക അച്ചാറാണ്. അതിന് 500 ഗ്രാം പാവയ്ക്ക കനം കുറച്ച് ഈ വിധത്തിൽ അരിഞ്ഞു വയ്ക്കുക. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനിയും അച്ചാറിന് ആവശ്യമുള്ളത് 1/2 കപ്പ് വിനാഗിരിയാണ്. ഇനിയും ആവശ്യമുള്ളത് 50 ഗ്രാം ഇഞ്ചി ചെറുതായി കുത്തിയരിഞ്ഞത്, 50 ഗ്രാം വെളുത്തുള്ളി തൊലി പൊടിച്ചത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ഉപ്പും എടുത്തു വെച്ച പാവയ്ക്കയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി വയ്ക്കുക. ഒരല്പം വെള്ളം കയ്യിലെടുത്ത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ച പാവയ്ക്ക നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് മുങ്ങാൻ പാകത്തിന് എണ്ണയൊഴിച്ച് കുറേശ്ശെ പാവയ്ക്ക ഇട്ട് വറുത്തെടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇടാം. ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇത് വറുത്തുകൊണ്ടിരിക്കുക. ഏതാണ്ട് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അധികം ക്രിസ്പായി പോകാതെ സൂക്ഷിക്കുക. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത പാവയ്ക്ക മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് അച്ചാറിടുന്നതിലേക്ക് തുടരാം. അടുത്തതായി പാൻ സ്റ്റൗവിൽ വെച്ച് 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. പിന്നീട് എടുത്തു വെച്ചിരിക്കുന്ന കടുക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ഓരോന്നോരോന്നായി ഇടുക. ബ്രൗൺ കളർ ആവുന്നതുവരെ ഇത് വരട്ടുക. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. സ്റ്റൗ സിമ്മിലാക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി അതിലേക്കിടുക. അതിനുശേഷം വറുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്കിടുക. അതിൻ്റെ പിന്നാലെ 1/2 കപ്പ് വിനാഗിരിയും ഒഴിക്കുക. ഇതിൻ്റെ പിന്നാലെ പാകത്തിന് ഉപ്പിട്ട് സ്റ്റൗ ഓഫാക്കുക. പാവയ്ക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ഉണങ്ങിയ ഒരു കുപ്പിയിലിട്ട് സൂക്ഷിക്കുക.